എല്ലാ വർഷവും റംബൂട്ടാൻ സീസൺ ആവുമ്പോ നമ്മുടെ വീട്ടിലെത്തുന്ന ആദ്യത്തെ റംബൂട്ടാൻ വണ്ടി അവര് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട് കണ്ണിറയട്ടെ. അതെ, അതാണ് അമ്മമാരുടെ കഴിവ്. എനിക്കത് ഒട്ടും അറിയില്ല. ഇപ്പൊ ഞാൻ വളരെ വളരെ സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുക സിറ്റ് ഔട്ടില്. കാരണം സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ ഇത് ഭംഗി ഇതിന്റെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേ ഒരു വട്ടി റംബൂട്ടാൻ കിട്ടി. ഇത്രേ ആയിരുന്നില്ല, ഇന്നലെ വൈകിട്ട് കിട്ടിയ റംബൂട്ടാനായിരുന്നു. അത് വൈകിട്ടായതുകൊണ്ട് പടം എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് സന്ധ്യ ആയതുകൊണ്ട് പിന്നെ സാധിച്ചില്ല. അതിൽ നിന്ന് ഞങ്ങൾ ഒരു 1/4 പോർഷൻ ഞാനും ഉളുങ്ങടെ അടിച്ചെടുത്തിട്ടുണ്ട് കഴിച്ച. അതായത് എല്ലാ വർഷവും റംബൂട്ടാൻ സീസൺ ആവുമ്പോ നമ്മുടെ വീട്ടിലെത്തുന്ന ആദ്യത്തെ റംബൂട്ടാൻ വണ്ടി അങ്ങനെ തന്നെ ഇന്നലെ വന്നു. അങ്ങനെ തന്നെ പറയണം. അങ്ങനെ വന്നപ്പോ ഞാൻ മുൻവശത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നോണ്ട് മടിയിലും മുറവും വെച്ച് ചക്ക അരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ വന്ന വഴി തന്നെ ചോദിച്ചു, ചേച്ചി ചക്കക്കുരു പരിപാടിയാണോന്നാ. ചക്കക്കുരു അല്ല മാത്തുക്കുട്ടി, ചക്കയാന്ന് പറഞ്ഞ. ഇത് ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവും ഫാമിലി ക്ലോസ് ഫ്രണ്ടുമായിട്ടുള്ള വർഗീസ് പാപ്പന്റെ പുതുമന വർഗീസ് പാപ്പന്റെ മകൻ മാത്തുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാൻ. മാത്തുക്കുട്ടിയാണ് എല്ലാ വർഷവും ഏറ്റവും ആദ്യം റംബൂട്ടാൻ പിന്നെ. അവിടെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. പുള്ളി ജോലി VRS എടുത്ത് വന്നിട്ട് പുള്ളി നട്ട് പുള്ളിയുടെ പറമ്പിൽ ശുശ്രൂഷിച്ചേക്കണ എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാറുണ്ടാവുമ്പോ ഒരുപാട് സംഗതിയുണ്ട്. അപ്പൊ ഇന്നലെ അബിയുവിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അബിയു ഒരെണ്ണൊറ്റ ഉണ്ടായിരുന്നു, അങ്ങനെ ഏതാണ്ടാ പറഞ്ഞത്, ഒരെണ്ണം ഉണ്ടായോളൂ മോളെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇഷ്ടം പോലെ സംഗതികൾ നമുക്ക് പല വെറൈറ്റി മാമ്പഴം തന്നിട്ടുണ്ട്. ഇവിടെ മാങ്ങ ഉണ്ടെങ്കിലും വന്ന ഇടയ്ക്ക് സൂസം കൊടുത്തു വിടും മാത്തുക്കുട്ടിയുടെ ഭാര്യ. അപ്പം അവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. പല പല പാചക ടിപ്പുകളും മാത്തുക്കുട്ടി എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല, ഇതങ്ങ് കമത്താം. അപ്പൊ ഇത് ഞങ്ങൾക്ക് കമത്തട്ടെ. എനിക്ക് പേടിയായി. അപ്പൊ അവിടെ 3 or 4 മരം ഉണ്ട്, അതിൽ മുഴുവൻ അങ്ങ് പറപ്പിച്ചതാ ചേച്ചി എന്ന് പറഞ്ഞു. പൊക്കാതെ തന്നെ പറ്റണില്ല അമ്മയ്ക്ക്, വെയിറ്റ് കാരണം. ഓ അയ്യോ, ഇത്ര ആയിരുന്നില്ല കേട്ടോ, കുറച്ച് കഴിച്ചതാണ്. ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. മല എന്റെ പൊന്ന്, ഇത്രയും നമുക്ക് വീട്ടിലുണ്ടായാ പോലും കിട്ടൂല. അപ്പൊ ഇവിടെ പുള്ളി പ്രകൃതി സ്നേഹിയ, ഭയങ്കര ഫലവൃക്ഷങ്ങളും മറ്റു മരങ്ങളും ഒക്കെ നടന്ന ആളാണ്. അപ്പൊ മണ്ണൂത്തി പോയി തൈകൾ മേടിച്ചേ. അപ്പൊ ഇവള് കുറെ സംശയങ്ങളൊക്കെ അതിനെപ്പറ്റി ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈകളുണ്ട് മോളെ. അപ്പൊ പുള്ളി അതൊക്കെ നട്ട് പരിപാലിക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആ തൈത്തെങ്ങിന്റെ കാര്യം, തേങ്ങ നിലത്ത് നിന്ന് പറിക്കാൻ അത് ചൊട്ട ഇട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് മരങ്ങൾ അങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ പുള്ളി. ഇലഞ്ഞിക്കഥ പറഞ്ഞു, ഇലഞ്ഞി മരത്തിന്റെ കഥ. ഒത്തിരി ഇങ്ങനെ മരങ്ങൾ നട്ടിട്ടുണ്ട്. പ്രകൃതി സ്നേഹിയാണ്, പഴയ മരങ്ങൾ. അപ്പൊ ഇവള് ചോദിച്ചു പഴയ മരം കിട്ടുന്ന നഴ്സറി എവിടെയാ ചാച്ചാന്ന് ചോദിച്ചപ്പോ കംപ്ലീറ്റ് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അങ്ങനെ ഒരുപാട് ഇതുണ്ട് പുള്ളിയുടെ. പിന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരു ലവിങ് ഫാമിലി അവരുടെ തലമുറകളായിട്ട്. ഇവിടത്തെ അപ്പച്ചന്റെ ഗ്രാൻഡ് മദറിന്റെ വീടാണ്. അപ്പച്ചന്റെ ഗ്രാൻഡ് മദറിന്റെ വീടാണ് അവരുടെ വീട് കേട്ടോ. അപ്പൊ അതാണ് കണക്ഷൻ ഞങ്ങൾക്ക്. പിന്നെ അതുകൂടാതെ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ വരണ കാലത്തൊക്കെ അപ്പച്ചൻ എപ്പോഴും അവിടെ പോവും. ഇവരുടെ ചാച്ചൻ പപ്പയുള്ളപ്പോൾ ഇങ്ങനെ ഇവിടെ ഹസ്ബൻഡും അവരുമായിട്ട് വളരെ കണക്ഷനിൽ പോണ ഒരു ഫാമിലി ആട്ടോ ഞങ്ങളുടെ. അപ്പം എല്ലാ വർഷവും പിന്നെ റംബൂട്ടാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട് കണ്ണിറയട്ടെ. അതെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതെ, ഇനിയിപ്പോ ഞാൻ കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കുകയും ചെയ്യാം. എല്ലാ വർഷവും ഞാനത് ചെയ്യാറുള്ളതാണ്. നമുക്ക് ഈ ഫ്രൂട്ട് ഇവിടെ ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ഇതിവിടെ കൊണ്ടു തരാറുണ്ട് കേട്ടോ. അതാണ് നമുക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്തെ ആൾക്കാര് ചെയ്യുന്ന ഒരു രീതിയാണത്. അവർക്ക് ഉള്ള ഒരു ഫ്രൂട്ട് അവർക്ക് ഇല്ലാത്ത ബന്ധുക്കളുടെ വീട്ടിലത് കൊണ്ടു കൊടുക്കും. ഇനി 2 സ്ഥലത്തുനിന്ന് റംബൂട്ടാൻ വണ്ടി വരാനുണ്ട്. അതിലൊന്ന് എന്റെ വീട്, ഒന്ന് എന്റെ കൊച്ചപ്പന്റെ വീട് നോബി. എന്റെ വീട്ടിലും ഉണ്ട്, എന്റെ കൊച്ചപ്പന്റെ വീട്ടിലും ഉണ്ട്. ഇവിടെ ഉണ്ട് ദേ റംബൂട്ടാൻ മരം ഉണ്ട്. നിങ്ങളെ കാണിച്ചു തന്നിട്ട് 1 or 2 കായ ഉണ്ടാവും. പക്ഷെ ഇത്തവണ ഇല്ലേ 2 or 3 ഒരു കൊലയിൽ പിടിച്ചിട്ട് അത് വീണുപോയി. അത് കുറെ പച്ച വീണു പോകൂന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പുള്ളി ഇന്നലെ പറഞ്ഞത് ഇവിടെ ചോലയായിട്ടാണ് അതിന്റെ മേളിലുള്ള പാഴ്മരങ്ങളുടെ എല്ലാം പാഴ്മരം തന്നെ വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പൊ വെയിലേറടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പൊ ഞാനിപ്പോ കൊള്ളാലോ, സൂം ചെയ്യാൻ പോലും പറ്റിയില്ല. ഒരെണ്ണോട് അല്ല അമ്മ എങ്ങനെ കത്തിയില്ലാണ്ട് ഇത് മുറിച്ച? എനിക്കത് കത്തിയില്ലാതെ മുറിക്കാൻ അറിയില്ല കേട്ടാ.
അതാണ് അമ്മമാരുടെ കഴിവ്. ആ എനിക്കത് ഒട്ടും അറിയില്ല, കത്തിയില്ലാണ്ട് മുറിക്കാൻ. നോക്കട്ടെ, ഇത് ഇച്ചിരി ഭാരതേ. എന്തും സഹിച്ച അമ്മ അത് മുറിക്കും. അമ്പോ അടിപൊളി. പണ്ട് നമ്മൾ ഇതുകൊണ്ട് പിക്കിളുണ്ടാക്കിയതാ, നല്ലതായിരുന്നത്. അതങ്ങ് കഴിച്ചോ? ഇനി വേണ്ട അമ്മ, ഞാൻ ഇന്നലെ കുറെ കഴിച്ചു. ഫോക്കസ് ചെയ്തിട്ടോ. ആ ഇത് നിങ്ങൾക്കാട്ടോ, അമ്മ വായിൽ വെച്ച് തരുന്നതായിട്ട് കരുതിക്കോ. തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാട്ടോ. നല്ല മധുരം, നല്ല മധുരം, നല്ല മധുരം, നല്ല കാമ്പ്. കാ കുറച്ചേ ഉള്ളൂ. അത് ഇതാന്ന് തോന്നണം, NAT അല്ലേ? NAT അവരുടെ ഹോം ഗ്രോണ, എല്ലാവരുടെ അവരുടെ. എൻ്റെ വീട്ടിലെ ഹോം ഗ്രോണ, അതുകൊണ്ട് കാ ചെറുതും കാമ്പ് നിറയെ. നമ്മൾ നട്ടേക്കണം ഹോം ഗ്രോണ. അതാ. ഇനി അടുത്ത റംബൂട്ടാൻ നമുക്ക് എത്തിയത് നോബിച്ചേടെ. കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാൻ. ബൊറ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ അത് റംബൂട്ടാനല്ലേ ഇത് കയ്യിലിരിക്കുന്നത്? ഇതല്ല അല്ലേ? അപ്പൊ പുറത്തു പോകുമ്പോ കൊടുത്തു വിടാനുള്ള കവറാ അത്. മറ്റേ കൊണ്ടുവരാം. ഞാൻ ആ വട്ടിയായിട്ട് വരാന്ന. അടുത്ത റംബൂട്ടാനായി വരുന്നു. വാ. അടിപൊളി. എവിടെന്നാണ് ആ റംബൂട്ടാൻ? ഉറവിടം എവിടെന്നാ? നോബിയുടെ ഭവനത്തിൽ നിന്നാ. നോബി ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ തന്നെ ഏൽപ്പിച്ചേച്ച് പോയതാ. അപ്പൊ ദേ കൊടഞ്ഞിടാ നമുക്ക്. ബാ, നല്ല മേഘം, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന്. എന്നാ ഇവിടെ കൊടഞ്ഞിടണോ? ഒരു മിനിറ്റ്, ഞാനൊരു പടം എടുക്കട്ടെ. അടിപൊളി. വീണില്ലല്ലോ. വീണോട്ടെ വീണോട്ടെ. ഇത് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു. കഴിച്ചു. ഈ കൊണ്ടുവന്ന വഴിയില്ലേ വെപ്രാളം പിടിച്ച് ഞാൻ വെപ്രാളം പിടിച്ച് പൊട്ടിച്ച് പറക്കി കുറച്ചങ്ങ് തിന്നും. അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കണ കാര്യമൊക്കെ ഓർക്കണത് കേട്ടോ. ഇതേ നോബിയുടെ വീട്ടില്, എൻ്റെ വീട്ടില്, എൻ്റെ ആങ്ങളുടെ അടുത്ത് എൻ്റെ വീട്ടില് റെഡ് തന്നെയാണ് N18 അല്ലേ? N80 ആണോ 18 ആണോ? 18. നോബിയുടെ അടുത്ത് N18 റെഡ് ഉണ്ട്, പിന്നെ മറ്റേ യെല്ലോ 35 ആണെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നത്. അവനോട് ചോദിച്ചാൽ അറിയുള്ളൂ. അത് 2 കളറും ഉണ്ട്. പിന്നെ ഇവിടെ മാത്തുക്കുട്ടി കൊണ്ടുവന്നതും N18 റെഡ് കേട്ടോ. പുള്ളി പിന്നെ ഞാൻ പുള്ളീനെ പറ്റി വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പം റംബൂട്ടാൻ്റെ 2 വണ്ടികൾ ഇതിനോടകം എത്തി, ലാൻഡ് ചെയ്തു. ഇനി ഒരു വണ്ടി മാത്രമേ എത്താനുള്ളൂ. അപ്പോൾ ഓക്കെ, ദേ നിങ്ങൾക്കായി സമർപ്പിക്കാം. അതെ. അപ്പൊ ഈസി ആയിട്ടത് പൊട്ടിച്ചു. എങ്ങനെയുണ്ട്? നല്ല മധുരല്ലേ?